അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളങ്ങനെ നമ്മളങ്ങനെ കണ്ടെയ്നറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ പ്രാക്ടിക്കലിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ ഒരു പൈത്തൻ്റെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്ക്രിപ്റ്റിനെ നമ്മൾ കണ്ടെയ്നറൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ടെയ്നറിൽ റൺ ചെയ്യാനായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ലോക്കലി, അതായത് സിസ്റ്റത്തിൽ ഇതെങ്ങനെ റൺ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്, ഒന്നുമില്ല. ഓരോ 5 സെക്കൻഡിലും ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ആൻഡ് പിന്നെ എന്താ ഇവിടെ എക്സെപ്ഷൻ കൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു Ctrl+C അടിച്ചിട്ട് നമുക്ക് എക്സിറ്റ് ആവണമല്ലോ. സോ അങ്ങനത്തെ ഒരു കേസും കൂടിയാണ് കീബോർഡ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സെപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, നിങ്ങൾ വലിയ പ്രോഗ്രാമായിട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യം. ജസ്റ്റ് നമ്മൾ കണ്ടെയ്നറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് വളരെ ചെറിയൊരു പൈത്തൺ പ്രോഗ്രാം ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഓരോ 5 സെക്കൻഡിലും ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യേണ്ടിയിരിക്കും. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, അല്ലെങ്കിൽ എത്ര ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ലോക്കലി ഇത് റണ്ണ് ചെയ്യാനായിട്ട്, നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യാനായിട്ട് നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് പൈത്തൺ മാത്രം മതി. വേറൊരു എക്സ്റ്റേണൽ മൊഡ്യൂൾസ് കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഒരു പൈത്തൺ മാത്രം മതി. അപ്പോൾ നമുക്ക് ബേസിക്കലി നമ്മുടെ സിസ്റ്റത്തിൽ പൈത്തൺ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് VS കോഡാണ്, VS കോഡ് എടുക്കുക. അതിൽ നേരെ എന്ത് ചെയ്യുക, ടെർമിനൽ എന്ന് പറഞ്ഞ സെഷനിൽ വരിക, ന്യൂ ടെർമിനൽ എടുക്കുക. ഓക്കെ, അപ്പോൾ താഴെയായിട്ട് നമുക്ക് എന്താണ്, ടെർമിനൽ ഓപ്പൺ ആയിട്ട് വരും. ഇനി നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാനായിട്ട് പൈത്തൺ 3 വേർഷൻ കണ്ടോ, പൈത്തൺ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനി ഇങ്ങനെ റൺ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഈ ഒരു പ്രോഗ്രാം റണ്ണ് ചെയ്യിക്കാൻ പോവുകയാണ്. ഒരു ഫയലിൻ്റെ പേര് script.py script.py. ഓക്കെ, കണ്ടോ. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ തുടങ്ങി. റൺ ചെയ്യുമ്പോൾ എന്താ, ഓരോ 5 സെക്കൻഡിലും ഇറ്റ് വിൽ പ്രിൻറ്റ് എ വേർഡ് ഹലോ വേൾഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു ഡൗട്ട് വരാം, ഞാൻ എന്തിനാണ് ഇവിടെ യൂസ് ചെയ്തത് എന്നുള്ളതൊക്കെ. വളരെ സിമ്പിളാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് നമുക്ക് കൺസോളിൽ കാണിക്കാനാണ് ബേസിക്കലി ഞാൻ യൂസ് ചെയ്തത്. ഇത് ഡീപ്പായിട്ടൊന്നും പോകണ്ട, അതിൻ്റെ കാരണങ്ങളൊന്നും അറിയണ്ട. ജസ്റ്റ് ഇത്രയും കാര്യം മനസ്സിലാക്കുക, ഇതൊരു പൈത്തൺ പ്രോഗ്രാമാണ്. ബേസിക്കലി ഇത് റണ്ണ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഇതാണ്. ഓക്കെ, അപ്പോൾ ലോക്കലി ഇത് റണ്ണ് ചെയ്യാനായിട്ട് പൈത്തൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ പൈത്തൺ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം, അല്ലെങ്കിൽ പൈത്തൺ ഇൻ്റർപ്രെറ്റർ വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. കാര്യം നമ്മളിവിടെ പഠിക്കുന്നത് ബേസിക്കലി കണ്ടെയ്നറൈസേഷൻ എന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനെങ്ങനെ കണ്ടെയ്നറൈസ് ചെയ്യാമെന്ന് നോക്കാം. പക്ഷെ അതിന് ആ ഒരു ഇതിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു തരാനുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഇത് നമ്മുടെ ഡോക്കർ ഹബ്ബാണ്, ഇവിടെ എന്താണുള്ളത്, കുറേ ഇമേജസ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പൈത്തൺ അല്ലെങ്കിൽ ഒരു എൻജിനെക്സോ അല്ലെങ്കിൽ പോട്ടെ ഒരു പൈത്തണിൻ്റെ ഒരു ഇമേജ് വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ പൈത്തൺ സെർച്ച് ചെയ്യും അല്ലേ. അപ്പോൾ പൈത്തൺ സെർച്ച് ചെയ്ത് വരുന്ന റിസൾട്ടിൽ ഇതെന്ന് പറഞ്ഞാൽ എന്താ, റെപ്പോസിറ്ററിയാണ്. ഈ റിസൾട്ട് കാണിക്കുന്നത് റെപ്പോസിറ്ററി, അതായത് ഇത് റെപ്പോസിറ്ററിയാണ്. ഇതിൻ്റെ അകത്തുള്ള ഓരോ ടാഗുകളും എന്താണ്, ഡിഫറെൻറ്റ് വെർഷൻസ് ആണ്. എന്ത്, ഇമേജിൻ്റെ, പൈത്തൺ ഇമേജിൻ്റെ ഡിഫറെൻറ്റ് വെർഷൻസ് ആണ്. അപ്പോൾ ശരിക്കും ഈ ഇമേജിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജ് നെയിം എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് റെപ്പോസിറ്ററി നെയിം :ടാഗ്. ഓക്കെ, ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് ഇമേജിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി ഈ റെപ്പോസിറ്ററി നെയിം :ടാഗ് എന്നുള്ളതാണ് ഒരു ഇമേജിൻ്റെ പേര്. അതായത് ഇവിടെ ഈ കാണിക്കുന്നത് ബേസിക്കലി ഒരു റെപ്പോസിറ്ററി ആണ്. ഈ റെപ്പോസിറ്ററി അകത്ത് എന്തുണ്ട്, ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് ഇമേജ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഒരു ഇമേജ്, ഒരു സിംഗിൾ ഇമേജ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, അതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ റെപ്പോസിറ്ററി നെയിം .ടാഗ് ആണ്, :ടാഗ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു റെപ്പോസിറ്ററിയിൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ പൈത്തൺ എന്നല്ല റെപ്പോസിറ്ററി പേര്, പൈത്തൺ ഇപ്പോൾ ഈ ഒരു ടാഗ് ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തേക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ,
കണ്ടോ, സെലക്ട് ചെയ്ത് ടാഗ് സെലക്ട് ചെയ്തു ആൻഡ് ദെൻ പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയണ ഒരു ഇമേജിൻ്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ, ഞാനത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തതാണ്. ബേസിക്കലി ഒരു ഇമേജിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ റെപ്പോസിറ്ററി നെയിം ടാഗ്, അതായത് ഏതാണോ വെർഷൻ അത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഇമേജിൻ്റെ ഫുൾ നെയിം അല്ലെങ്കിൽ ഇമേജിൻ്റെ പേര് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കുക. കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇത് റെപ്പോസിറ്ററിയും ഇത് ഡിഫറെൻറ്റ് വേർഷൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു വരാം. നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബേസിക്കലി ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പൈത്തൺ പ്രോഗ്രാമിൻ്റെ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്ത് വേണം, പൈത്തൺ ഇൻസ്റ്റോൾഡ് ആയിരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ് വേണം, അല്ലെങ്കിൽ പൈത്തൺ ഇൻസ്റ്റോൾഡ് ആയിരിക്കുന്ന ഒരു കണ്ടെയ്നർ വേണം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ഒരു ആപ്ലിക്കേഷന് ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് 2 സ്റ്റെപ്സ്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മൾ ഒരു ഇമേജ് ബിൽഡ് ചെയ്യുക, എന്നിട്ട് ഇമേജിനെ റൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇമേജ് എങ്ങനെ ബിൽഡ് ചെയ്യും, അതിനാണ് നമുക്ക് ഡോക്കർ ഫയൽ എന്ന് പറഞ്ഞൊരു ഫയൽ ഉള്ളത്. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ആണ് ടു ക്രിയേറ്റ് ആൻ ഇമേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഡോക്കർ ഫയൽ എഴുതി ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഇമേജ് റൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കാര്യം കണ്ടെയ്നറായിട്ട് റൺ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കണ്ടെയ്നറിൽ, അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയ വേണം, എങ്ങനെയാണ് ആ കണ്ടെയ്നർ എൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക, ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ലോക്കലി റൺ ചെയ്യാനായിട്ട് പൈത്തൺ വേണം അല്ലേ. അപ്പോൾ കണ്ടെയ്നർ ആക്കി റൺ ചെയ്യുമ്പോഴത്തേക്കും ആ കണ്ടെയ്നറിൽ ആര് വേണം, പൈത്തൺ വേണം. അതുപോലെ തന്നെ കണ്ടെയ്നറിൽ ഈ ഫയലും വേണം അല്ലേ, എന്നാലല്ലേ കണ്ടെയ്നറിൻ്റെ അകത്ത് ഇത് റൺ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ പേടിക്കേണ്ട, ഞാൻ നിങ്ങൾക്കൊരു പടം കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചതായിരുന്നു. ഓക്കെ, കണ്ടോ, നമ്മുടെ ടാർഗറ്റ് കണ്ടെയ്നർ അല്ലെങ്കിൽ നമുക്ക് ഏത് കണ്ടെയ്നറാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് വേണ്ട കണ്ടെയ്നർ. അതായത് ഈ ഒരു കണ്ടെയ്നറിൽ ആക്ച്വലി പൈത്തൺ ഇൻസ്റ്റോൾഡ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ആപ്പ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറി, ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്താണ് ഞാൻ എന്തിട്ടേക്കുന്നത്, ഈ script.py എന്ന് പറയുന്ന നമ്മുടെ പൈത്തൺ പ്രോഗ്രാം ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു കണ്ടെയ്നറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ ഒരു പിക്ചർ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ നമ്മളിങ്ങനെ കണ്ടെയ്നറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ മനസ്സിലാണ്, ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പിക്ചർ നമുക്ക് വേണം. അപ്പോൾ ഇവിടെ ഞാൻ ബേസിക്കലി ചിന്തിച്ചതാണ് ഒരു കണ്ടെയ്നർ വേണം, അതിൻ്റെ അകത്ത് പൈത്തൺ ഇൻസ്റ്റോൾഡ് ആയിരിക്കണം, നല്ല നമ്മുടെ പൈത്തൺ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഡയറക്ടറിയുടെ അകത്തായിട്ടാണ് ഞാൻ ആ ഒരു സ്ക്രിപ്റ്റ് ഫയലിനെ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു പ്രോസസ്സ് തീരുന്നവരെ എൻ്റെ മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ് കണ്ടെയ്നർ. ഈ ഒരു തരത്തിലുള്ള കണ്ടെയ്നറാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടെയ്നർ ഫോം ചെയ്യിക്കുന്ന ഇമേജ് ആയിരിക്കും നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇമേജ് ബിൽഡ് ചെയ്യേണ്ടത്, അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോക്കർ ഫയൽ എന്ന് പറയുന്ന ഒരു ഫയലാണ്. ഞാൻ ഡോക്കർ ഫയൽ എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഡോക്കർ ഫയൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്കലി ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക, നിങ്ങളിപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിലൊന്ന് ആലോചിച്ച് വെക്കുക. നമുക്ക് ബേസിക്കലി എന്താ വേണ്ടത്, ആദ്യം തന്നെ ഇപ്പം നമ്മളൊരു കണ്ടെയ്നർ, നമ്മുടെ ടാർഗറ്റ് കണ്ടെയ്നറിൽ ബേസിക്കലി എന്താ വേണ്ടത്, നമുക്കൊരു എൻവിയോൺമെൻറ്റ് വേണം അല്ലേ. അതായത് പൈത്തൺ ഇൻസ്റ്റോൾ ചെയ്യപ്പെട്ട ഒരു കണ്ടെയ്നർ നമുക്ക് വേണം അല്ലേ. അപ്പോൾ ഈ പൈത്തൺ ഇൻസ്റ്റോൾ ചെയ്യപ്പെട്ട കണ്ടെയ്നർ ബേസിക്കലി ഡോക്കർ ഹബിലുണ്ട്. നിങ്ങളൊന്ന് ഡോക്കർ ഹബിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു ഇമേജിൻ്റെ അകത്ത് ഓൾറെഡി പൈത്തൺ ഇൻസ്റ്റോൾഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജ് റൺ ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് പൈത്തൺ ഇൻസ്റ്റോൾഡ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഏതൊരു ഡോക്കർ ഫയൽ എഴുതിയാലും നമുക്കൊരു ബേസ് ആയിട്ടുള്ളൊരു ഇമേജ് വേണം. ബേസ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ബേസ് കണ്ടെയ്നർ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്കൊരു പൈത്തൺ ആപ്ലിക്കേഷനാണ് അതിൻ്റെ ഒരു കണ്ടെയ്നറൈസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പൈത്തൺ ആപ്ലിക്കേഷൻ്റെ ബേസ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബേസിക് ഇമേജ് ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പൈത്തൺ യൂസ് ചെയ്യാം. കാര്യം നമ്മൾ റണ്ണ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ റണ്ണ് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ എഴുതിയ ഈ ഒരു പ്രോഗ്രാം റണ്ണ് ചെയ്യണമെങ്കിൽ വി നീഡ് പൈത്തൺ അല്ലേ. അപ്പോൾ ഇതൊരു കണ്ടെയ്നറിനകത്തും റൺ ചെയ്യണമെങ്കിൽ അവിടെയും പൈത്തൺ വേണം. അപ്പോൾ ഓൾറെഡി പൈത്തൺ ഇൻസ്റ്റോൾ ചെയ്യപ്പെട്ട കണ്ടെയ്നേഴ്സ് എവിടെയുണ്ട്, ഡോക്കർ ഹബിലുണ്ട്. സോ നമുക്കതിവിടെ യൂസ് ചെയ്യാം, എന്ത് ബേസ് ഇമേജ് ആക്കി യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രം എന്ന് പറയുന്ന ഒരു കീവേഡാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൈത്തൺ ഇമേജിൻ്റെ പേരാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇമേജിൻ്റെ പേരെന്ന് പറഞ്ഞാൽ റെപ്പോസിറ്ററി നെയിം
ടാഗ് കോളൻ ഒരു ടാഗ് കൊടുക്കുക. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് പറയുന്നത്, ഇവിടെ ആക്ച്വലി നമ്മുടെ ബേസ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ നിങ്ങളൊരു വീട് പണിയുന്ന കേസിലൊക്കെ നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടാവും, ഫൗണ്ടേഷൻ്റെ മുകളിലോട്ടാണ് പണിയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കണ്ടെയ്നർ, നമ്മുടെ ബേസിക് കണ്ടെയ്നർ. അപ്പോൾ ആ കണ്ടെയ്നറിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ഓൾറെഡി ഒരു കണ്ടെയ്നർ ഉണ്ട്. സോ നമ്മൾ ആ ഒരു പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട കണ്ടെയ്നറാണ് ബേസ് കണ്ടെയ്നർ ആക്കി എടുത്തത്. അതുകൊണ്ടാണ് ബേസ് ഇമേജ് ആക്കി ഇത് സെലക്ട് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ റിയാക്റ്റൊക്കെയാണ് കണ്ടെയ്നറൈസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ ബേസ് ഇമേജ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റിന് എന്ത് വേണം, നോഡ് വേണം അല്ലേ. അപ്പോൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടൊരു കണ്ടെയ്നർ ആക്കിയത്. പൈത്തൺ ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ഒരു കണ്ടെയ്നർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കണ്ടെയ്നർ. അപ്പോൾ ബേസിക്കലി നമുക്കൊരു പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട കണ്ടെയ്നറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു ഫോൾഡർ വേണം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് ഡയറക്ടറി എന്ന് പറയുന്ന, അതായത് വർക്ക് dir എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോൾഡർ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫോൾഡർ ക്രിയേറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ ഫോൾഡറിൻ്റെ അകത്തോട്ട് നമ്മുടെ ഈ സ്ക്രിപ്റ്റ് ഫയലിനെ കൊണ്ട് ഇടണം അല്ലേ. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം, കോപ്പി എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ട്. കോപ്പി ഡോട്ട് വിളിക്കുകയാണെങ്കിലോ ഈ ഡോക്കർ ഫയൽ ഇപ്പോൾ ഇവിടെയാണ്, ഇതിപ്പോൾ എവിടെ കിടക്കുന്നത്, ഈ പറയുന്ന പൈത്തൺ എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഈ ഡോക്കർ ഫയലിൽ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ആരൊക്കെയുണ്ട്, സ്ക്രിപ്റ്റ് ഡോട്ട് പൈ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യും, കോപ്പി എങ്ങോട്ട് കോപ്പി ചെയ്യും, അടുത്തൊരു ഡോട്ട് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ബേസിക്കലി ഇത് കോപ്പി ആകുന്നത് ഈ വർക്കിംഗ് ഡയറക്ടറിയുടെ അകത്തോട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഡോട്ട് കൊടുത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലെറ്റ്സ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു റീഡ് മീ കൂടെ കിടപ്പുണ്ടെന്ന് വെച്ചോ. ഞാനിപ്പോൾ പറയുവാണ്, ഇവിടെ ഒരു റീഡ് മീ കൂടെ കിടപ്പുണ്ടെങ്കിൽ ബേസിക്കലി സംഭവിക്കുന്നത്, ഇവിടെ ഡോട്ട് വിളിച്ച് കഴിഞ്ഞാൽ ആ റീഡ് മീയും കൂടി എന്ത് ചെയ്യും, ആ ഒരു വർക്കിംഗ് ഡയറക്ടറിലോട്ട് പോകും. അപ്പോൾ അങ്ങനത്തെ കേസ് നമുക്ക് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ സ്ക്രിപ്റ്റ് ഡോട്ട് പൈ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ ആ ഒരു റീഡ് മീ യൂസ് ചെയ്തില്ല, അത് ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആ ഒരു ഡോട്ട് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, ഞാനിപ്പോൾ ഡോട്ട് വിളിക്കുമ്പോഴത്തേക്കും ഡോക്കർ ഫയലിനോട് അരക്കേണ്ടതെല്ലാം എങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ സോഴ്സാണ്. ഇവിടെ ഈ ഡോട്ട് എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്യുന്നത് എന്താണ്, ഈ സ്ക്രിപ്റ്റ്, അതായത് ഡോക്കർ ഫയലിനോട് അരക്കേണ്ട അതിനെല്ലാം സെലക്ട് ചെയ്യുന്നു ടു ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഈ വർക്കിംഗ് ഡയറക്ടറിയുടെ അകത്തോട്ട് കൊണ്ടിടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ, ഇത് ബേസിക്കലി ഇമേജ് ആണല്ലോ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം, നമുക്കൊരു കണ്ടെയ്നർ, നമ്മുടെ മനസ്സിലൊരു കണ്ടെയ്നർ ഉണ്ട്, ടാർഗറ്റ് കണ്ടെയ്നർ. അപ്പോൾ ആ ഒരു കണ്ടെയ്നർ എങ്ങനെ ഇരിക്കണമെന്നുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമേജിൽ പൈത്തൺ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം, അതിൻ്റെ അകത്ത് നമ്മുടെ സോഴ്സ് ഫയൽ വേണം, അതിൻ്റെ അകത്ത് ഇന്ന പോലെ വർക്കിംഗ് ഡയറക്ടറി ഇതായി, ഇതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി എന്തെങ്കിലും കാര്യം നമുക്ക് അഡീഷണൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ടോ? ഇപ്പോൾ നമ്മൾ ഈ ഹലോ വേൾഡ് പ്രോഗ്രാം റൺ ചെയ്തിട്ട് എന്തെങ്കിലും അഡീഷണൽ റിക്വയർമെൻറ്റ് വല്ലതും വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ മോഡ്യൂൾസ് വേണോ? ഇല്ലോ, ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്കിനി ഫർദർ ഇമേജിൻ്റെ അകത്തൊന്നും ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല, ഇത്രയും തന്നെ ധാരാളം. ഓക്കെ, ഇനി ഈ പറയുന്ന ഇമേജ് ബിൽഡായി കഴിഞ്ഞാൽ ഈ ഇമേജ് ഞാൻ റണ്ണ് ചെയ്യിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, റണ്ണ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഈ പറയുന്ന പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. അതായത് ബിൽഡ് ചെയ്യുന്ന ടൈമിലല്ല, ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് റണ്ണ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ റണ്ണ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കമാൻഡോ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് CMD എന്ന് പറയുന്ന കീവേഡിലാണ് കൊടുക്കുന്നത്. ഓക്കെ, കണ്ടോ, CMD എക്സിക്യൂട്ടബിൾ എന്ന് പറഞ്ഞ ആ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ CMD എന്ന് പറയുന്ന ആ ഒരു കീവേഡിൻ്റെ അത് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് അറേ പോലെയാണ് കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഈ ഒരു ഇമേജിനെ റൺ ചെയ്യിക്കുമ്പോഴത്തേക്കും എനിക്കൊരു പർട്ടിക്കുലർ എന്താ പറയുക, ഒരു കമാൻഡ് റൺ ചെയ്യണം, എന്നാലല്ലേ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഏത് കമാൻഡാണ് റൺ ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാം ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഈ കമാൻഡ് ഏതാണ്, python3-u script.py എന്ന് പറഞ്ഞ കമാൻഡാണ് റൺ ചെയ്യിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് എനിക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് ഒരു അറേ പോലെ കൊടുക്കാം. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യുക, python3 എന്ന് കൊടുക്കുക, ദെൻ കോമ ഇട്ടിട്ട് എന്ത് ചെയ്യാം, -u, ദെൻ കോമ ഇട്ടിട്ട് എന്ത് ചെയ്യാം, script.py. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. അതായത് ഇവിടെ ഇപ്പം സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ പറയുന്ന കമാൻഡ്സിൻ്റെയും ഇമേജ് ബിൽഡാവുന്ന സമയത്ത് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇമേജ് ബിൽഡായി, ഇമേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇമേജിനെ റൺ ചെയ്യുന്ന സമയത്ത് ആര് ട്രിഗറാവും? ഈ പറയുന്ന CMD ട്രിഗറാവും. കാര്യം ഇമേജ് റണ്ണ് ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ അതിൻ്റെ അകത്ത് നമ്മുടെ അതായത് കണ്ടെയ്നർ ബിൽഡായി കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് ഈ പറയുന്ന പ്രോഗ്രാം അതിൻ്റെ അകത്ത് റൺ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇമേജ് റൺ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കാര്യം അങ്ങ് കണ്ടെയ്നർ നമ്മളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു, ആ ഇമേജ് റൺ ചെയ്യുന്ന ടൈമിലാണ് അത് കണ്ടെയ്നർ ആകുന്നത്. ആ ഒരു ടൈമിലാണ് നമ്മുടെ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ട കമാൻഡ് നമ്മൾ എന്ത് ചെയ്തു? CMD കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ലോജിക്ക്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ബിൽഡ് ചെയ്യാം. കാര്യം ഇനി നമ്മൾ ഇപ്പോൾ നമുക്ക് ഡോക്കർ ഫയൽ എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫയൽ ഉപയോഗിച്ച് നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്യുക? ഡോക്കർ ബിൽഡ് സ്പേസ് ഡോട്ട്. അതായത് ഈ ഡോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്കർ ഫയലിൻ്റെ പാത്താണ്. ബേസിക്കലി അത് ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഡോട്ട് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെയിൽഡ് ടു കണക്ട് ഡോക്കർ API ടു യുണിക്സ്. അതായത് എൻ്റെ ഡോക്കർ ബേസിക്കലി സ്റ്റോപ്പായി കിടക്കുകയാണ്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. സിസ്റ്റം ഇത് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല. കാര്യം നമ്മൾ ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ആക്ച്വലി അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഫെയിലിയർ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ നിങ്ങളുടെ ഡോക്കർ എഞ്ചിൻ സ്റ്റാർട്ടാണോ എല്ലാം ചെക്ക് ചെയ്യുക. കണ്ടോ, ഡോക്കർ എഞ്ചിൻ ഡെഡാണ്, അതുകൊണ്ടാണത് ഇഷ്യൂ അടിച്ചത്. അപ്പോൾ ഡോക്കർ CTL സ്റ്റാർട്ട് കൊടുക്കുക. ഡോക്കർ നമ്മുടെ ലിനക്സിൻ്റെ പാസ്വേഡാണ് ചോദിച്ചത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. സിസ്റ്റം CTL സ്റ്റാറ്റസ് ഡോക്കർ ഉണ്ടോ? ഇപ്പോൾ റണ്ണിങ് ആയി. ഇനി നമുക്ക് ഡോക്കർ ബിൽഡ് ഡോട്ട്. ഓക്കെ, ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇമേജാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കണ്ടെയ്നറിനെ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു ഇമേജ് ബിൽഡ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇമേജ് റൺ ചെയ്യുമ്പോൾ ആ തരത്തിലുള്ള കണ്ടെയ്നർ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനത്തെ തരത്തിലുള്ള കണ്ടെയ്നർ കിട്ടണമെങ്കിൽ ഈ ഇമേജിൻ്റെ അകത്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ആ ഇമേജാണ് ആ ഒരു മെറ്റാ ഡേറ്റ സേവ് ചെയ്യുന്നത്. എങ്ങനത്തെ തരത്തിലുള്ള കണ്ടെയ്നർ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറയുന്ന കാര്യം ഈ ഇമേജിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. കാര്യം ഇമേജാണ് എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഫയൽ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കണ്ടെയ്നറിനെ മനസ്സിൽ വെച്ചിട്ട് ഇവിടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഓൾറെഡി ഒരു പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ആവും. നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് ഒരു വർക്കിംഗ് ഡയറക്ടറി, ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവും. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും? ആ ഫോൾഡറിലേക്ക് നമ്മുടെ ഇപ്പോഴത്തെ കറൻ്റ് എന്തൊക്കെ ഫയൽസ് ഉള്ളത് അതിനേക്ക് അങ്ങോട്ട് എടുത്തിട്ട് ദെൻ അത്രയും കഴിയുമ്പോഴത്തേക്ക് ആ 3 കാര്യങ്ങളാണ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ നടക്കുന്നത്. ഇനി ഇമേജ് റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഇവിടെ ബേസിക്കലി നമ്മൾ വേറെ അഡീഷണലി ഒരു കാര്യങ്ങളും ഇമേജിൻ്റെ അകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. കാര്യം നമ്മുടെ ചെറിയൊരു പ്രോഗ്രാം ആയത് കാരണം. ഇനി അതും കൂടി വരുന്നൊരു കേസ് ഉണ്ട്. അത് നമുക്ക് ഫ്യൂച്ചറിൽ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിലോട്ടൊക്കെ എത്തും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാനും പറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം. കാര്യം ഇതാണ് നമ്മുടെ ബേസിക് കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഒരു റിയാക്ട് ബേസ്ഡ് ആപ്ലിക്കേഷനെ കണ്ടെയ്നറൈസ് ചെയ്യാൻ നോക്കണമെങ്കിൽ അവിടെ നിങ്ങളുടെ ബേസ് ഇമേജ് എന്തായിരിക്കും? റിയാക്ട് റൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നോഡ് വേണം. അപ്പോൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ഇമേജ് ആയിരിക്കും നിങ്ങൾ ബേസ് ഇമേജാക്കി സെറ്റ് ചെയ്യുക. കാര്യം നോഡ് അതിന് വേണമല്ലോ റൺ ചെയ്യുക. അപ്പോൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട കണ്ടെയ്നറാണ് അതിന് വേണ്ടത്. അതുകൊണ്ട് നോഡ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ഇമേജ് നിങ്ങൾ ബേസ് ഇമേജാക്കി സെറ്റ് ചെയ്യും. ഓക്കെ, ഡോക്കർ ഫയലിന് എപ്പോഴും ഒരു ബേസ് ഇമേജ് വേണം. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കി വെക്കുക. ഇനി ഓക്കെ, അപ്പോൾ ബിൽഡായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇമേജ് ബിൽഡായിട്ടുണ്ടോ, നമ്മുടെ സിസ്റ്റത്തിൽ ബിൽഡായിട്ടുണ്ടോ ഇല്ലയോ നോക്കാനായിട്ട് ഡോക്കർ ഇമേജ് LS ഇവിടെ ഒന്നും കാണിക്കുന്നില്ല അല്ലേ? അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിലോ നിങ്ങൾ ഡോക്കർ ഇമേജ് LS -a എല്ലാം, അതായത് ഓൾ നോക്കുവാണെങ്കിൽ ഇവിടെ ബിൽഡായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇമേജിന് പേരില്ല. കണ്ടോ, ഇമേജിന് പേരില്ലാത്തത് കൊണ്ടാണ് ബേസിക്കലി നമ്മൾ LS അടിച്ചപ്പോഴത്തേക്കും കിട്ടാത്തത്.
ഓക്കെ, ആ പേരെങ്ങനെ കൊടുക്കുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഫസ്റ്റ് ജസ്റ്റ് ഈ ഒരു ബേസിക് പ്രോസസ്സ് പഠിക്കുക, അതിനുശേഷം നമുക്ക് എങ്ങനെ പേരിടാം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇമേജ് ബിൽഡായി. ഇനി ഇമേജ് റണ്ണാക്കാനായിട്ട് ഡോക്കർ റൺ എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഇമേജിൻ്റെ ID വിളിക്കുക. ഓക്കെ, കണ്ടോ? ഇപ്പോൾ ഇത് റൺ ചെയ്യണത് കണ്ടെയ്നറിൻ്റെ അകത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലോഗോ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടെയ്നർ ഇത് റൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു ടെർമിനൽ ക്ലോസ് ചെയ്യരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, അതെങ്ങനെ ക്ലോസ് ചെയ്യുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പറയാം. ഇപ്പം നിങ്ങൾ ഇത്രയും ചെയ്യുക, ക്ലോസ് ചെയ്യരുത്. നിങ്ങൾ അടുത്തൊരു വിൻഡോ ഓപ്പൺ ആക്കുക. ഓക്കെ, ഒരു ഷെൽ ഓപ്പൺ ആക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്കർ PS. ഈ ഡോക്കർ PS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻ്റ്ലി നമ്മുടെ റണ്ണിങ് കണ്ടെയ്നറൊക്കെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. കണ്ടോ, 38 സെക്കൻഡിന് മുന്നേ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടെയ്നർ ID. ആ കണ്ടെയ്നർ യൂസ് ചെയ്യണ ഇമേജ് ID ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പേര്, ഈ പേര് നമുക്ക് മാറ്റാം. ഇതിപ്പോൾ ഡോക്കർ തന്നെ അതിനിഷ്ടമുള്ളൊരു പേര് എടുത്തിടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഡോക്കർ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ പറയുന്ന ഡോക്കറിൻ്റെ, അതായത് ബേസിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെയ്നർ റൺ ചെയ്തിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഹലോ വേൾഡ്. അത് നിങ്ങൾക്ക് ഈ ഒരു ഷെല്ലിൽ വന്ന് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡോക്കർ ഈ പറഞ്ഞ കണ്ടെയ്നറിൻ്റെ ലോക്സ് എടുത്താൽ മതി. ഡോക്കർ ലോക്സ് എന്നിട്ട് എന്ത് ചെയ്യുക, ആ കണ്ടെയ്നറിൻ്റെ ID കൊടുക്കുക. കണ്ടോ, ലോക്സ് വന്നുണ്ടോ? അതായത് എന്തൊക്കെ ഇപ്പോൾ നമ്മുടെ കണ്ടെയ്നറിൽ എന്തെങ്കിലും പ്രിൻറ്റോ അല്ലെങ്കിൽ ഇതിൽ എററോ ഇതൊക്കെ ഇങ്ങനെയുള്ള ആക്ഷൻസൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലോക്സ് വിളിച്ച് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ എന്താ സംഭവിച്ചത്, ഇവിടെ ഞാൻ ആ ഡോക്കർ ലോക്സ് കണ്ടെയ്നർ വിളിച്ചപ്പോഴത്തേക്കും ആ കണ്ടെയ്നറിനകത്ത് എന്തൊക്കെ ലോക്സുകൾ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇങ്ങനെ ത്രൂ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചു, നിങ്ങളങ്ങനെ ഒരു ആപ്ലിക്കേഷൻ, ഒരു പൈത്തൺ പ്രോഗ്രാമിനെ ഡോക്കർ ഫയൽ ഉണ്ടാക്കാൻ പഠിച്ചു. ഡോക്കർ ഫയലിൽ നിന്ന് നിങ്ങൾക്ക് ഡോക്കർ ഫയൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പഠിച്ചു, ഒരു ഇമേജ് ഉണ്ടാക്കാൻ പഠിച്ചു. ഇമേജ് നിങ്ങൾക്ക് റൺ ചെയ്യാൻ പഠിച്ചു. ഓക്കെ, 3 കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റം എടുക്കുക. ഞാൻ ഈ ഒരു പ്രോഗ്രാം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഗിറ്റബിലാക്കിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്കത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് ഇഷ്യൂസ് വരുവാണെങ്കിൽ ഡയറക്റ്റ്ലി കണക്ട് ചെയ്തോളൂ. ഞാൻ കംപ്ലീറ്റ് പറഞ്ഞുതരാം എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ആൻഡ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അല്ലെങ്കിൽ എന്നെ പേഴ്സണലി അറിയിക്കുക. ഓക്കെ, ആൻഡ് ബൈ.